whey protein, pre-workout, BCAAs, creatine. It's സപ്ലിമെന്റ്സ് 80% ആൾക്കാരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ വേ പ്രോട്ടീനോ അല്ലെങ്കിൽ ക്രിയാറ്റിനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ഒരു മാസം കൊണ്ട് തന്നെ അർണോൾഡിനെ പോലെയോ അല്ലെങ്കിൽ സീബമിനെ പോലെയോ ഒക്കെ ആവുമെന്നാണ്. ഞാനും എന്റെ തുടക്ക സമയത്തിൽ അങ്ങനെയൊക്കെ വിചാരിച്ച ഒരാളാണ്. പക്ഷെ ഒന്നും നടന്നില്ല. സപ്ലിമെന്റ്സിന്റെ ഒക്കെ കാര്യത്തിൽ ഇപ്പോഴും അറിയില്ലാത്ത ഒരു 80% ആൾക്കാരെങ്കിലും ഇപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ സപ്ലിമെന്റ്സിനൊക്കെ സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഈ നിങ്ങൾ കേട്ടിട്ടുള്ള ഈ മിക്ക സൈഡ് എഫക്റ്റും സ്റ്റെറോയിഡ്സിന്റേതാവും. സപ്ലിമെന്റ്സും സ്റ്റെറോയിഡും ഒന്നല്ല. ഈ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഉപയോഗിക്കാം. ഈ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജ് റെക്കമെൻഡേഷൻ ചോദിക്കുകയാണെങ്കിൽ ഒരു 15 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക് ഈ സപ്ലിമെന്റ്സ് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളായിരുന്നാലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നാലും ആർക്ക് വേണമെങ്കിലും ഈ സപ്ലിമെന്റ്സ് എടുക്കാം. അതിൽ ഒന്നാമത്തെ സപ്ലിമെന്റ് ആണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള വേ പ്രോട്ടീൻ. ഇപ്പോൾ വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മിൽക്കിന്റെ ഉള്ളിലുള്ള ഒരു ഫോം ഓഫ് പ്രോട്ടീൻ ആണ് വേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മിൽക്കിൽ റെനന്റ് എന്ന് പറയുന്ന ഒരു എൻസൈം ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടായിട്ട് മാറും. ഇതിലൊന്ന് വേയും ഒന്ന് കേടും. ഇതിൽ വേ എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ഒരു കുപ്പിയിലിട്ട് തരുന്നതാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ ഏകദേശം 24 ഗ്രാം പ്രോട്ടീൻ കാണും. ഇപ്പോൾ നിങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് 140 ഗ്രാം ആണെങ്കിൽ ഒരു 90 ഗ്രാം നമ്മൾ ഫുഡിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷം ഒരു 2 സ്കൂപ്പ് വേ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാം. ഇപ്പോൾ വേ പ്രോട്ടീന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പാലിൽ നിന്ന് എന്ത് സൈഡ് എഫക്ട് വരുമോ അത് തന്നെയാണ് വേ പ്രോട്ടീനിൽ നിന്ന് വരുന്നത്. നിങ്ങൾ ഒപ്റ്റിമൽ ലെവലിൽ നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് വച്ചിരിക്കുന്നത് വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സൈഡ് എഫക്ട് ഒന്നും വരാനില്ല. രണ്ടാമത്തേതാണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള സബ്സ്റ്റൻസ് ആണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഡെയിലി ബേസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ ബീഫിലും ഫിഷിലും ഒക്കെ ഈ സബ്സ്റ്റൻസ് കാണുന്നുണ്ട്. ഈ ബീഫിലും ഫിഷിലും ക്രിയാറ്റിൻ ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് സപ്ലിമെന്റ് ആയിട്ട് എടുക്കും. ഇപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെങ്തിനും സ്റ്റാമിനയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു മോളിക്യൂളാണ് ഈ ATP എന്ന് പറയുന്നത്. നമ്മൾ ഈ വർക്കൗട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ATPയുടെ ലെവൽ കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഈ സമയത്ത് ക്രിയാറ്റിൻ എൻ്റർ ആയിട്ട് ഈ ATPയുടെ അളവ് കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 കിലോ എടുക്കുന്നിടത്ത് നിങ്ങൾ ഒരു 12 13 കിലോയോ എടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 12 ചെയ്യുന്നിടത്ത് ഒരു 13 റെപ്പോ 15 റെപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഏറ്റവും ചീപ്പും എന്നാൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നിട്ടുള്ള ഈ ക്രിയാറ്റിന്റെ പേരിലാണ്. ആ എല്ലാ റിസർച്ചുകളും പറയുന്നത് ഇത് 100% സേഫ് എന്ന് തന്നെയാണ്. മൂന്നാമത്തേതാണ് ഫിഷ് ഓയിൽ മൾട്ടി വിറ്റാമിൻ. ഇത് ശരിക്കും ഒരു ബോഡി ബിൽഡിംഗ് സപ്ലിമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് സപ്ലിമെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എത്ര വലിയ മസിൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ അകത്ത് ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല. ഫിഷ് ഓയിലിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് EPAയും DHAയും ആണ്. ഈ ഫിഷ് ഓയിൽ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന്, ഈ വർക്കൗട്ട് കൊണ്ട് ഉണ്ടാകുന്ന നിങ്ങളുടെ ഇൻഫ്ലമേഷനും നിങ്ങളുടെ സോർനെസ് ഒക്കെ കുറയ്ക്കുന്നതിന്, പിന്നെ നിങ്ങളുടെ ബോൺസ് വീക്ക് ആവാതിരിക്കാനും ഫിഷ് ഓയിൽ നിങ്ങളെ സഹായിക്കും. ഫിഷ് ഓയിലിന് ഇത്രയും ബെനിഫിറ്റ് മാത്രമല്ല, ഫിഷ് ഓയിലിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീനും കാർബും ഫാറ്റും നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വിറ്റമിൻസും മിനറൽസും. ഈ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് എടുക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും വേണ്ടാന്ന് വെക്കരുത്. അത് നിങ്ങൾ എന്തായാലും കഴിക്കുക തന്നെ വേണം. മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരാളാണ്, നിങ്ങൾ കൃത്യം ഒരു ഡയറ്റ് നോക്കുന്ന ഒരാളാണ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സപ്ലിമെന്റ് മതിയായിരിക്കും ഒരു മസിൽ ബിൽഡിംഗ് ജേർണി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കളയാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ ഈ മാർക്കറ്റിൽ കാണുന്ന ചപ്പും ചവറും ഏത് വേണമെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചോ ഒരു കാര്യമില്ല. സോ ബൈ ഗൈസ്.